നിലാപക്ഷി അവസാന ഭാഗം. മിഥുൻ ഉറക്കം വരുന്നേയില്ല. അവൻ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് കിടക്കുകയാണ്. നാളെ രാവിലെ ആയാൽ അനുവിനെ കാണാമല്ലോ, അതുമാത്രമായിരുന്നു അവൻ്റെ ചിന്ത. അവനങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അതിരാവിലെ തന്നെ മിഥുൻ അനുവിനെ കാണാനായി ഇറങ്ങി. ഇത്തവണ കാറുമെടുത്താണ് പോയത്. അനുവിനെ കണ്ട് തൻ്റെ സങ്കടങ്ങൾ അത്രയും പറഞ്ഞ് ആ മനസ്സിൽ കിടന്ന് ആശ്വാസം തേടണം. അത് മാത്രമാണ് യാത്രയിലുടനീളം അവൻ്റെ മനസ്സിൽ ഉയർന്നു വന്നത്. കോളിംഗ് ബെൽ രാവിലെ തന്നെ ശബ്ദിക്കുന്നത് കേട്ടപ്പോൾ അനു തെല്ല് ആശ്ചര്യപ്പെട്ടു. ആരായിരിക്കും ഇത്രയും നേരത്തെ? അവൾ ആലോചിച്ചു. അമ്മു രാവിലെ പോയപ്പോൾ വാതിലടച്ചതാണ്. ഇനി എന്തെങ്കിലും ആവശ്യത്തിന് അവൾ വന്നതായിരിക്കുമോ? അങ്ങനെയാണ് അനാമിക ധരിച്ചത്. എന്നാൽ വാതിൽ തുറന്നപ്പോൾ കണ്ട ആളിനെ അവൾ പ്രതീക്ഷിച്ചേയില്ലായിരുന്നു. അവൾക്ക് സങ്കടവും സന്തോഷവും ഒരുമിച്ചു വന്നു. അവൻ അകത്തേക്ക് കയറിയതും ഒരു തേങ്ങലോടെ അനു അവൻ്റെ മാറിലേക്ക് വീണു. അനാമികയുടെ സങ്കടത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ മിഥുന് ആവുമായിരുന്നില്ല. അവൻ അവളെ തന്നിലേക്ക് ഇറുകെ അണച്ചു. അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. പിന്നെ കവിളിൽ. അവളുടെ കണ്ണുനീരിൻ്റെ ഉപ്പുരസം അവൻ അറിഞ്ഞു. അങ്ങനെ പരസ്പരം പുണർന്നുകൊണ്ട് കുറേ നേരം അവർ നിന്നു. എന്തു പറ്റി മിഥുൻ? അവൻ്റെ സങ്കടം കണ്ടുകൊണ്ട് തന്നെ അവൾ ചോദിച്ചു. അവളോട് എല്ലാം തുറന്നു പറഞ്ഞാലോ? ഒരു നിമിഷം അവൻ ചിന്തിച്ചു. അവൾക്കത് താങ്ങാനാവില്ലെന്ന് അറിയാവുന്നത് കൊണ്ടവൻ ഒന്നും മിണ്ടിയില്ല. വീട്ടിലെന്തെങ്കിലും പ്രശ്നമാണോ എന്നും മറ്റും തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും അവനൊന്നും പറഞ്ഞില്ല. രാത്രി ഏറെയായിട്ടും മിഥുന് ഉറക്കം വരുന്നില്ല. അവൻ അവളുടെ നഗ്നമായ മാറിടത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവളുടെ താളഗതിക്കനുസരിച്ച് അവൻ സഞ്ചരിച്ചു. അവളത് ആവോളം ആസ്വദിച്ചു. അവൻ തളർന്ന് അവളുടെ നെഞ്ചിലേക്ക് വീണു. അവൾ അവൻ്റെ മുടിയിഴകളെ തലോടി. ആ താളഗതിയിൽ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഊർമിളയുടെ ഫോൺ വിളി വന്നപ്പോൾ മിഥുനെ അനാമിക ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. അവൻ ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ നിന്നും എഴുന്നേറ്റ് ഫോണെടുത്തു. നീ എന്താ വരാൻ വൈകുന്നത്? അനിലിൻ്റെ കൂടെയാണോ ഇപ്പോഴും? അവർ അവനെ ചോദ്യം ചെയ്തു. എനിക്ക് 1-2 ഫ്രണ്ട്സിനെ കൂടെ കാണാനുണ്ട് മമ്മ, ഞാൻ നാളെ വരാം. താൻ പറഞ്ഞത് അമ്മയ്ക്ക് അത്ര രസിച്ചിട്ടില്ലെന്ന് അവന് തോന്നി. വിവാഹത്തിനിനി 2 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിവാഹ ദിവസം അടുക്കും തോറും മിഥുന് ആധി ഏറി വന്നു. എന്തു തന്നെ വന്നാലും അനുവിൻ്റെ കാര്യം മമ്മയെ അറിയിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. ഊർമിള നല്ല തിരക്കിലാണ്. അവർക്ക് ഒന്നിനും സമയമില്ല. മിഥുൻ പതിയെ ഊർമിളയ്ക്കരികിലെത്തി. മമ്മ, അവൻ വിളിച്ചു. അവർ തല തിരിച്ചു നോക്കി. എന്താടാ? അവനരികിൽ വന്നുകൊണ്ട് അവർ ചോദിച്ചു. എനിക്ക് സീരിയസായ ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ ഇത്ര സീരിയസായ വിഷയം? ഊർമിള തിരക്കി. ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് എന്നോട് ദേഷ്യം തോന്നരുത്. പലയാവർത്തി ഞാൻ പറയാൻ ശ്രമിച്ചതാണ്, പക്ഷേ മമ്മ കേട്ടില്ല. നീ എന്നെ ടെൻഷനാക്കാതെ കാര്യം പറ, അവർ അവനരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. അവൻ അനുവിനെക്കുറിച്ച് ഊർമിളയോട് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഒന്നും ഒളിക്കാതെ അവൻ തുറന്നു പറഞ്ഞു. ആനന്ദേട്ടൻ്റെ വിവാഹത്തിന് അവളെ കണ്ടതും ഇഷ്ടമായതും അവളുടെ വിവാഹം തീരുമാനിച്ചതും തൻ്റെ കൂടെ ഇറങ്ങി വന്ന് താമസിച്ചതും വീടെടുത്തതും എല്ലാം അവരോട് തുറന്നു പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ അവൻ ശ്രമിച്ചു. അവൻ്റെ മനസ്സിൽ തങ്ങി നിന്നിരുന്ന എല്ലാ കാര്യങ്ങളും അവൻ പറഞ്ഞു. ഒരു സിനിമാ കഥ കേൾക്കുന്നത് പോലെ അന്തം വിട്ടുകൊണ്ട് അവനെ നോക്കി. വിവാഹത്തിന് 2 ദിവസം മുമ്പേ എന്തൊക്കെയാണിവൻ വിളിച്ചു പറയുന്നത്? ഇനി സുധാകരൻ്റെ വീട്ടുകാരോട് എന്തു പറയും? ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ഊർമിളയിൽ നിന്നും ഉയർന്നു വന്നു. പ്രിയ 1-2 ഫ്രണ്ട്സിനെ കാണാനുണ്ടെന്നും പറഞ്ഞ് രാവിലെ ഇറങ്ങിയതാണ്. വിവാഹം അടുത്തപ്പോൾ അവൾക്കും ആകെ ഒരു ടെൻഷനായിരുന്നു. ഇടയ്ക്ക് കിരൺ വിളിച്ചിരുന്നു. അതോടെ മനസ്സിലടക്കി പിടിച്ചിരുന്ന ടെൻഷൻ അധികരിക്കുകയാണുണ്ടായത്. അവൾ കിരണിനോട് തൻ്റെ വിവാഹകാര്യം പറഞ്ഞു. വീട്ടുകാർ നിർബന്ധിച്ചെടുത്ത തീരുമാനമാണെന്നും തനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല എന്നും തനിക്ക് വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണെന്നും എല്ലാം അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും
അവന് അത് മനസ്സിലാകുന്നേ ഇല്ലായിരുന്നു. അങ്ങനെയാണ് അവർ തമ്മിൽ കാണാൻ തീരുമാനിച്ചത്. കിരണിനായിരുന്നു നിർബന്ധം. ആകാശിനെ പോലെ കിരൺ അത്ര വേഗം പിരിഞ്ഞു പോകില്ലെന്ന് അവൾക്ക് തോന്നി. ഇനി കണ്ട് സംസാരിക്കാൻ തീരുമാനിപ്പിച്ച് ഉറച്ചാണ് അവൾ ഇറങ്ങിയത്. പ്രിയ ചെന്നിറങ്ങുമ്പോൾ കിരൺ അവളെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു. ഓട്ടോയിൽ നിന്നിറങ്ങി കാശ് കൊടുത്ത് അവൾ അവനരികിലേക്ക് നടന്നു. അവൻ്റെ മുഖം കണ്ടപ്പോൾ അവൾക്കെന്തോ ഒരു പന്തികേട് തോന്നി. കിരൺ കുറേ നേരമായോ വന്നിട്ട്? അവൾ ചോദിച്ചു. അവൻ അലക്ഷ്യമായി ഒന്ന് മൂളി. അവർ കോഫിക്ക് ഓർഡർ ചെയ്തുകൊണ്ട് രണ്ടു വശത്തുമായി കാത്തിരുന്നു. കുറച്ചു നേരം രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. കിരൺ, എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ലെന്ന് നിനക്കറിയാലോ. ആ മൗനത്തിനെ ഭേദിച്ചുകൊണ്ട് പ്രിയ സംസാരിച്ചു. പ്രിയ, നീ എന്ത് പറഞ്ഞാലും എനിക്ക് നീ ഇല്ലാതെ വയ്യ. നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. നിന്നെ ചതിക്കാൻ വേണ്ടിയല്ല നിന്നോടൊപ്പം ഞാൻ ശരീരം പങ്കിട്ടത്. നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്. നീ എന്നെ ഇട്ടിട്ട് പോയാൽ പിന്നെ എനിക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അവൻ സങ്കടത്തിൽ പറഞ്ഞപ്പോൾ അത് പ്രിയയുടെ മനസ്സിൽ തട്ടി. അവൾക്ക് അവനോടുള്ള സ്നേഹം മനസ്സിൽ കുമിഞ്ഞുകൂടി. സത്യത്തിൽ കിരണിനോട് സത്യസന്ധമായ പ്രണയം തന്നെയാണ് പ്രിയയ്ക്കുണ്ടായിരുന്നത്. നീ ഇല്ലാതെ എനിക്ക് കഴിയില്ല പ്രിയ. നീ എൻ്റെ കൂടെ വരണം. അവൻ പറഞ്ഞപ്പോൾ അവളും ആ സങ്കടം ഉൾക്കൊണ്ടു. ഞാൻ അച്ഛനെയും അമ്മയെയും പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവരെ അങ്ങോട്ട് വിടാം. അവൻ പറഞ്ഞപ്പോൾ അത് വേണ്ട, ഞാൻ നിന്റെ കൂടെ വരാം, എവിടെ വേണമെങ്കിലും. അവൾ അവന് വാക്കുകൊടുത്തു. അവൾക്ക് അവനെ വഞ്ചിക്കാൻ തോന്നിയില്ല. തൻ്റെ അച്ഛനും അമ്മയും തന്നെയും അവനെയും മനസ്സിലാക്കുമെന്നും കാലക്രമേണ അവനെ സ്വീകരിക്കുമെന്നും പ്രിയയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം അവൾക്ക് അവളെ അച്ഛനും അമ്മയെയും അറിയാമായിരുന്നു. ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നത് കണ്ട് ഊർമിള ചെന്ന് ഫോണെടുത്തു. സുധാകരനാണ്. ഈശ്വര, നാളെ കഴിഞ്ഞാണ് വിവാഹം. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം പറയാനാവും അയാൾ വിളിക്കുന്നത്. ഫോണിലേക്കും നോക്കി ഊർമിള ഒരു നിമിഷം പകച്ചു നിന്നു. ഫോൺ എടുക്കണോ വേണ്ടയോ എന്ന് സംശയിച്ചപ്പോഴേക്കും ഫോൺ കട്ടായി. വീണ്ടും ഫോൺ റിങ് ചെയ്തപ്പോൾ പിന്നീട് അവർ ഫോണെടുത്തു. ഹലോ. അപ്പുറത്ത് നിന്നും പതർച്ചയോടെയുള്ള സ്വരം കേട്ടപ്പോൾ ഊർമിള ഒന്ന് അമ്പരന്നു. എന്തു പറ്റി? ഊർമിള ജിജ്ഞാസയോടെ ചോദിച്ചു. എന്നോട് ക്ഷമിക്കണം, സുധാകരൻ ക്ഷമാപണം പോലെ പറഞ്ഞു. അയാളുടെ സ്വരം ഇടറുന്നുണ്ടായിരുന്നു. ആ സ്വരത്തിലെ പതർച്ച ഊർമിള തൊട്ടറിഞ്ഞു. അവർ വീണ്ടും കാര്യമെന്തെന്ന് അന്വേഷിച്ചു. സുധാകരൻ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ഊർമിളയ്ക്ക് ബോധം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. പ്രിയ ഒരാളെ സ്നേഹിക്കുന്നു. അവനുമായി അവൾ ഇറങ്ങിപ്പോയി. അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയിരിക്കുന്നു. അവളിൽ നിന്നും ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് നടന്നത്. അയാൾ തുടർന്നു. അവൾ അങ്ങനെയൊരു തെറ്റു കാണിച്ചതിന് ഞാൻ നിങ്ങളോട് മാപ്പ് പറയുന്നു. ഒരു വേള സുധാകരൻ്റെ വാക്കുകൾ ഇടറി. എനിക്കറിയാം, ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മുമ്പിൽ നിങ്ങൾ അപമാനിക്കപ്പെടും. എൻ്റെ മകൾ കാരണം നിങ്ങൾ കൂടി വിഷമിക്കുന്നത് കാണേണ്ടി വന്നതിൽ ഖേദിക്കുന്നു. ക്ഷമ ചോദിക്കാൻ കൂടി എനിക്ക് അർഹതയില്ല എന്നെനിക്കറിയാം. എന്നാലും എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. സുധാകരൻ അങ്ങേയറ്റം ദുഃഖിതനായി. ഫോൺ വയ്ക്കുമ്പോൾ താൻ വിളിച്ചു ചേർത്ത ആളുകൾക്ക് മുന്നിതയായി നിൽക്കുന്ന തന്നെക്കുറിച്ച് ഊർമിള ഒരു നിമിഷം ചിന്തിച്ചു നോക്കി. എന്താ മമ്മ? ഊർമിളയുടെ നിൽപ്പ് കണ്ടപ്പോൾ ദിയയും ആനന്ദും മിഥുനും ഊർമിളക്കരികിലേക്ക് ഓടി വന്നു. ഊർമിള എങ്ങനെയൊക്കെയോ അവരെ പറഞ്ഞ് കാര്യങ്ങൾ ബോധിപ്പിച്ചു. അവർ പറഞ്ഞ വാർത്ത കേട്ടപ്പോൾ മിഥുൻ്റെ മനസ്സിൽ കുളിർമഴ പെയ്ത പ്രതീതിയായിരുന്നു. അവൻ മനസ്സിൽ ദൈവത്തോട് 1000 നന്ദി പറഞ്ഞു. ആ കുട്ടിക്ക് അങ്ങനെയൊരു പ്രണയമുണ്ടെങ്കിൽ ആദ്യമേ തുറന്നു പറയാമായിരുന്നല്ലോ. ആനന്ദ് ദേഷ്യത്തോടെ പറഞ്ഞു. ഊർമിള മിഥുനെ നോക്കി. ഒരു കാർമേഘം പെയ്തൊഴിഞ്ഞ ആശ്വാസം അവർ മിഥുൻ്റെ മുഖത്ത് കണ്ടു. മമ്മ, ഇനിയെങ്കിലും എൻ്റെ അനുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ മമ്മ സമ്മതിക്കണം, അവൻ പറഞ്ഞു. അവൻ എന്താണ് പറയുന്നത് എന്ന് ആനന്ദിനും ദിയയ്ക്കും മനസ്സിലായില്ല. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടതാണ് മമ്മ.
മറ്റന്നാൾ നടത്താനിരുന്ന വിവാഹത്തിൽ എൻ്റെ അനുവിനെ എല്ലാവരുടെയും സമ്മതത്തിൽ താലി ചാർത്താൻ മമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണം. ഊർമിളയ്ക്ക് ഒരു നിമിഷം മകൻ്റെ സങ്കടം കാണാതെ വയ്യ എന്നായി. അവർക്ക് അവൻ്റെ ഇഷ്ടത്തിനൊപ്പം നിൽക്കാൻ തോന്നി. അവൻ ആ കുട്ടിയെ അത്രയ്ക്ക് സ്നേഹിക്കുന്നത് കൊണ്ടാവാം ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടത്. ഒന്നും മനസ്സിലാകാതെ പകച്ചു നിൽക്കുന്ന ദിയയെയും ആനന്ദിനെയും ഊർമിള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ആഹാ, ഇങ്ങനെയൊരാഗ്രഹം നിന്റെ മനസ്സിലുണ്ടായിട്ടാണോ നീ അത് പറയാതിരുന്നത്? ആനന്ദ് അവനെ കളിയാക്കും മട്ടിൽ ചോദിച്ചു. അത് ഏട്ടാ, ഞാൻ പറയാൻ വന്നപ്പോഴേക്കും കാര്യങ്ങളെല്ലാം കൈവിട്ടിരുന്നു. അവൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിടർന്നു. എന്തായാലും ഞാൻ നാളെ തന്നെ പോയി അനുവിനെ കൂട്ടിക്കൊണ്ടുവരാം, ആഹ്ലാദത്തോടെ മിഥുൻ പറഞ്ഞു. അനാമിക കുളിയെല്ലാം കഴിഞ്ഞ് ഹാളിൽ വന്നിരുന്ന് TV കാണുകയായിരുന്നു. പുറത്ത് ഒരു കാർ വന്ന് നിന്നതുപോലെ അവൾക്ക് തോന്നി. അവൾ ചെന്ന് കതക് തുറന്നു. ഇത്ര പെട്ടെന്ന് തന്നെ എന്തേ മിഥുൻ തിരിച്ചു വന്നത്? അനാമിക മനസ്സിലോർത്തു. അവൻ അവളുടെ കൈപിടിച്ച് അകത്തേക്ക് കയറി. അകത്തേക്ക് കടന്നതും അവൻ അവളെ എടുത്തുയർത്തി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നം നടക്കാൻ പോവുകയാണ്, അവൻ അവളോട് മന്ത്രിച്ചു. എന്തുപറ്റി? എന്താണുണ്ടായത്? അവളുടെ വാക്കുകളിൽ ആകാംക്ഷ ഏറി. നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അവൻ പറഞ്ഞു. അതെന്താണെന്നറിയാൻ അവൾ അവനെ നോക്കി. അവൻ എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞു. അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവൾ മിഴിച്ചു നിന്നു. അപ്പോൾ ആ പെണ്ണ് അവളുടെ കാമുകനോടൊപ്പം പോയില്ലെങ്കിൽ നീ അവളെ കെട്ടുമായിരുന്നു അല്ലേടാ? അവൾ അവൻ്റെ തോളിൽ ഇടിച്ചു. അവൾ പോയതുകൊണ്ട് ഇങ്ങനെയായി. നിന്നെയും കൊണ്ട് വീണ്ടും ഒന്നുകൂടെ ഒളിച്ചോടാനായിരുന്നു എൻ്റെ പ്ലാൻ, അവൻ പറഞ്ഞപ്പോൾ അവൾ ചിരിയോടെ കേട്ടുനിന്നു. നീ വേഗം റെഡിയായിക്കേ, നിന്നെയും കൊണ്ട് ചെല്ലാംന്നും പറഞ്ഞിട്ടാ ഞാൻ പോന്നത്. നാളെ ഒന്നുകൂടി എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നെ താലി കെട്ടാൻ, അവളുടെ കാതോട് ചേർന്നുകൊണ്ട് അവൻ മന്ത്രിച്ചു. അത് വേണോ? അവൾ മിഥുനെ നോക്കി. എനിക്ക് എന്തോ പോലെ തോന്നുന്നു, അവൾ സങ്കോചപ്പെട്ടു. നീ ചെല്ലടാ പൊന്നെ, അവൻ അവളെ നിർബന്ധിച്ചു. അവൾ ഉത്സാഹത്തോടെ അകത്തേക്ക് കയറി. മിഥുൻ്റെ വീട്ടിലേക്ക് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി അവൻ്റെ വീട്ടുകാരോടൊപ്പം ജീവിക്കാൻ അവൾക്ക് അത്രയ്ക്ക് കൊതിയായിരുന്നു. ആ മുഹൂർത്തങ്ങളെ മനസ്സിലിട്ട് ആലോചിച്ചുകൊണ്ട് തന്നെ അവൾ പോകാനായി റെഡിയായി. രണ്ടുപേരും വീടും പൂട്ടി ഇറങ്ങി. പൂക്കൾ കൊണ്ട് അലങ്കരിച്ച മനോഹരമായ കതിർ മണ്ഡപം, നിറപറയും നിലവിളക്കും എല്ലാം ഒരുക്കിയിരിക്കുന്നു. പൂജാരി ഹോമകുണ്ഡത്തിലേക്ക് മന്ത്രങ്ങൾ ചൊല്ലി നെയ്യൊഴിക്കുന്നു. നാദസ്വരത്തിൻ്റെ സ്വരം ഉയർന്നു കേൾക്കാം. മിഥുൻ അണിഞ്ഞൊരുങ്ങി കതിർമണ്ഡപത്തിൽ തൻ്റെ പ്രണയിനിയെയും കാത്തു നിൽക്കുന്നു. അവൻ അവളുടെ വരവിനായി അങ്ങോട്ട് തന്നെ മിഴികൾ നട്ടിരുന്നു. അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണെന്ന് മിഥുന് സത്യത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ വീണ്ടുമൊരു വിവാഹം അവൻ പ്രതീക്ഷിച്ചേയില്ലായിരുന്നു. ചുവന്ന പട്ടുസാരിയും ചുറ്റി ഒരു ദേവിയെപ്പോലെ അണിഞ്ഞൊരുങ്ങി അനാമിക തോഴികൾക്കൊപ്പം നടന്നു വരുന്നത് കണ്ടപ്പോൾ തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ദിവസമാണ് ഇന്ന് എന്നവന് തോന്നി. ഇതേതാ പെണ്ണ്? ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിറുപിറുത്തു. ഉറപ്പിച്ച കല്യാണ പെണ്ണ് ഒളിച്ചോടിയെന്നാ കേൾക്കണത്. ഇത് വേറെ ഏതോ പെണ്ണാ, ചിലർ അടക്കം പറഞ്ഞു. അനാമിക വേദിയിലേക്ക് കയറുമ്പോൾ തൻ്റെ നേർക്ക് കൈനീട്ടിയ ആളെ കണ്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി. തൻ്റെ അച്ഛൻ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുമെന്ന് അവൾ കരുതിയിരുന്നില്ല. അവൾക്ക് സന്തോഷവും സങ്കടവും ഒരുമിച്ചായി. അവൾ മിഥുനെ നോക്കി. അവൻ അവളെ നോക്കി ഒന്ന് കണ്ണിറുക്കി. അവനാണ് അവരെ കൊണ്ടുവന്നത് എന്നവൾക്ക് മനസ്സിലായി. അഗ്നിസാക്ഷിയായി മിഥുൻ അനാമികയുടെ കഴുത്തിൽ എല്ലാവരെയും മുൻനിർത്തിക്കൊണ്ട് താലി ചാർത്തി. അവൻ്റെ പ്രണയം അവിടെ യാഥാർത്ഥ്യമാവുകയായിരുന്നു. അമ്മുവും അനിലും എല്ലാവരും ആ സന്തോഷത്തിൽ പങ്കുചേർന്നു. അനാമിക മിഥുന് സ്വന്തമായി. മിഥുൻ്റെ വീട് അവൾക്ക് പുതുതായ ഒന്നായിരുന്നില്ല. ആനന്ദിൻ്റെ വിവാഹം കഴിഞ്ഞ സമയത്ത് ഒരിക്കൽ അവൾ അവിടെ വന്നിട്ടുണ്ട്.
മിഥുൻ പ്രണയത്തോടെ തൻ്റെ പിന്നാലെ വന്നതും അവൻ്റെ മുറിയിൽ വെച്ച് അവൻ തന്നെ ചുംബിച്ചതുമെല്ലാം അവൾ ഓർത്തു. ദിയ അനാമികയുടെ കയ്യിലേക്ക് പാൽ ഗ്ലാസ് വെച്ചു കൊടുത്തു. പിന്നെ അവളെ മിഥുൻ്റെ മുറിയിലാക്കി. മിഥുൻ അവൾക്കായി കാത്തു നിൽക്കുകയായിരുന്നു. പാൽ ഗ്ലാസും കയ്യിൽ പിടിച്ച് നാണത്തോടെ അനു അവനരികിലേക്ക് ചെന്നു. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. ഇത് നമ്മുടെ ആദ്യ രാത്രിയല്ല എന്ന് നമുക്കല്ലേ അറിയൂ അല്ലേ? മിഥുൻ ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. അവൾ അവൻ്റെ മാറിലേക്ക് ചാഞ്ഞു. എന്തായാലും മിഥുൻ്റെ വീട്ടിലെ ഇത്ര സ്വാതന്ത്ര്യത്തോടെ ഇത്ര സന്തോഷത്തോടെയുള്ള ഈ രാത്രി ശരിക്കും നമുക്ക് ആദ്യ രാത്രി തന്നെയാണ്, അവൾ പറഞ്ഞു. മിഥുൻ അവളുടെ കയ്യിൽ നിന്നും പാൽ ഗ്ലാസ് വാങ്ങി. പകുതി കുടിച്ചുകൊണ്ട് ബാക്കി അവൾക്ക് നൽകി. അവൾ ഏറെ സന്തോഷത്തോടെ തൻ്റെ പ്രിയതമനിൽ നിന്നും ബാക്കി പാൽ വാങ്ങി കുടിച്ചു. പിന്നെ നാണത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ പ്രണയപൂർവ്വമുള്ള നോട്ടം കണ്ടപ്പോൾ അവൾക്ക് നാണമായി. അവൻ അവളെ പതിയെ പിടിച്ച് ബെഡിലേക്ക് ഇരുന്നു. പിന്നെ അവളെ മെല്ലെ ബെഡിലേക്ക് ചായ്ച്ചു കിടത്തി. അവളെ ചുംബിച്ചു. അവളുടെ മാറിൽ നിന്നും സാരിത്തലപ്പ് മാറ്റി. അവൾ നാണം കൊണ്ട് കൂമ്പിപ്പോയി. അങ്ങനെ അവർ ഒന്നായി അലിഞ്ഞ് അവർ അവരുടെ പ്രണയസാഫല്യത്തിൽ നിറഞ്ഞു നിന്നു. ദൂരെ ആകാശത്ത് നക്ഷത്രങ്ങളും ചരും അവർക്ക് മംഗളം പാടി. അവർ അവരുടെ ജീവിതയാത്ര ഏറെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അവിടെ നിന്നും തുടങ്ങുകയായിരുന്നു. നമുക്കും അവർക്ക് ആശംസകൾ നേരാം. നിലാപക്ഷി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്കേറെ ഇഷ്ടമാകുന്ന ഒരു കുടുംബകഥയുമായി വീണ്ടും കാണാം.